എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അധികം ആൾക്കാർക്കും വലിയ ഇഷ്ടമൊന്നുമല്ലാത്ത ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കറി കൂട്ടിയാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം, 2-3 കുരുമുളക്, 2-3 ഏലക്കായി, ഒരു പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി നന്നായി വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചെറുതായി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 3 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ചെറിയ ജീരകമാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ആ ജീരകം അതിലൊന്ന് പിടിച്ച് എണ്ണയിലൊക്കെ പിടിച്ചൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ എരിവില്ലാത്ത മുളകായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. എരിവില്ലാന്നെങ്കിൽ കുറച്ചോ, അധികം ഇഷ്ടമില്ലാത്തവർ അധികം ഇടണ്ട. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളെ വഴുതനങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇനി അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയും വഴുതനങ്ങയും കൂടിയിട്ട് മസാലയിൽ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിച്ച് പോവാതിരിക്കാനെല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ വേവണം. അതുകൊണ്ട് ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ പൊടികൾ കരിഞ്ഞു പോവുകയോ അടിയിൽ പിടിക്കാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്കൊന്നും കൂടി തുറന്ന് നോക്കാം. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചെറിയൊരു കഷ്ണം നമ്മുടെ പുളിയില്ലേ, വാളംപുളി, അതിൻ്റെ ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് വെന്ത് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിയിട്ട് കുറച്ച് വെള്ളം വറ്റിയിട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ സ്പെഷ്യലായിട്ട് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ചേ വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് ശർക്കര ചേർത്താലും മതി.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം കുറച്ചൊരു വെള്ളവും ആ ഒരു ഡ്രൈയും കൂടിയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ആക്കിയെടുത്തിട്ടുള്ളത്. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നമ്മൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അത് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.